Hello, welcome to Wings Online. I'm Anusri, your chemistry faculty. Today, we are going to discuss about manufacture of salt. നമ്മൾ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോൾട്ട് മാനുഫാക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ദി സോൾട്ട് മാനുഫാക്ചർ ഹാസ് 3 സ്റ്റെപ്സ്. ഇവിടെ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീ വാട്ടറിനെ കളക്ട് ചെയ്യും. രണ്ടാമത്തത് ഇത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫോർമേഷൻ ഓഫ് സോൾട്ട് ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പൊ മാനുഫാക്ചർ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സീ വാട്ടർ കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ സീ വാട്ടറിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടുന്ന് സാൾട്ടിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല, പക്ഷേ ജസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു ഫ്ലോ ചാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടന്റ് പഠിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1, കളക്ഷൻ ഓഫ് സീ വാട്ടർ. നമുക്ക് ഓൾറെഡി അറിയാം, ആസ് വി ഓൾ നോ, നമ്മൾ സോൾട്ട് ഉണ്ടാക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നത് സീ വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സീ വാട്ടർ. നമ്മൾ സീ വാട്ടറിനെ കളക്ട് ചെയ്യും. നോക്കിയേ, സീ വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ഷാലോ സോൾട്ട് പാൻസ്. എന്താണ്? സീ വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ഷാലോ സോൾട്ട് പാൻ. ഷാലോ ആയിട്ടുള്ള സോൾട്ട് പാൻസിൽ നമ്മൾ ആദ്യം തന്നെ സീ വാട്ടർ കളക്ട് ചെയ്ത് വെക്കും. ദെൻ the heat of the sun slowly evaporates the water. The heat of the sun slowly evaporates the water. Okay, അപ്പൊ സണ്ണിന്റെ പ്രസൻസിലാണ് നമ്മൾ ഈ സീ വാട്ടറിനെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ സണ്ണിന്റെ ഹീറ്റ് കൊണ്ട് സീ വാട്ടർ എന്തെയും ഇവാപറേറ്റ് ചെയ്യും. അതിലെ വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപറേഷൻ എന്ന് പറയുന്നത്. സോ ഹീറ്റിന്റെ പ്രസൻസ് കൊണ്ട് ഈ സോൾട്ട് വാട്ടർ ഇവാപറേറ്റ് ചെയ്യും. അതായത് സോൾട്ടിലുള്ള വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറും. ആസ് വാട്ടർ ഇവാപറേറ്റ്സ്, the amount of dissolved salt remains the same, making the solution more concentrated. ആ ഒരു വരി ശ്രദ്ധിക്കുക കേട്ടോ. അതായത് വാട്ടർ ഇവാപറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷനിലുള്ള ലിക്വിഡിന്റെ അളവ് കുറയും, പക്ഷേ സാൾട്ടിന്റെ അളവിൽ ഒരു ചേഞ്ചും സംഭവിക്കില്ല. ലിക്വിഡിന്റെ അളവ് കുറയുന്നു, there is no change in the amount of salt, so the solution will become more concentrated. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവാപറേഷൻ നടക്കുമ്പോൾ ഈ സൊല്യൂഷനിലുള്ള വാട്ടറിന്റെ കണ്ടന്റ് കുറയും, ലിക്വിഡിന്റെ കണ്ടന്റ് കുറയും, അല്ലെങ്കിൽ സോൾവെന്റിന്റെ കണ്ടന്റ് കുറയും. പക്ഷേ സൊല്യൂട്ടിന്റെ അളവിൽ അല്ലെങ്കിൽ സോൾട്ടിന്റെ അളവിൽ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പൊ സോൾട്ടിന്റെ അളവിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? കൂടുതൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2, ഫോർമേഷൻ ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറാണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറാണ്. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാല്? നമുക്ക് ഓൾറെഡി അറിയാം, മാക്സിമം എമൗണ്ട് സൊല്യൂട്ടും ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. മോർ വാട്ടർ ഇവാപറേറ്റ്സ് ഡ്യൂ ടു സൺലൈറ്റ്. നമ്മളിവരെ സൺലൈറ്റിന്റെ പ്രസൻസിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. സോ സമയം പോകുന്തോറും കൂടുതൽ വാട്ടർ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ചെയ്യും. മോർ വാട്ടർ ഇവാപറേറ്റ്സ് ഡ്യൂ ടു സൺലൈറ്റ്. ഓക്കെ, എന്നിട്ട് the solution becomes saturated, meaning it cannot dissolve any more salt. ഓക്കെ, അങ്ങനെ നമ്മുടെ സോൾവെന്റിന്റെ അളവ് കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ സൊല്യൂഷൻ ബിക്കം എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. മാക്സിമം സൊല്യൂട്ടും ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ സൊല്യൂഷൻ മാറും. അതായത് അതിലേക്ക് ഇനി നമുക്ക് സോൾട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. when evaporation, formation of salt crystal. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് സോൾട്ടിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. നോക്കി, when evaporation continues, still അവരെന്താണ്? സണ്ണിന്റെ പ്രസൻസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇവാപറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. the excess salt starts separating from the solution. അപ്പൊ അവിടെ സൊല്യൂഷൻ ഓൾറെഡി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറി. ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത എക്സസ് ആയിട്ട് നിൽക്കുന്ന സോൾട്ടുകള് ക്രിസ്റ്റൽസ് ആയിട്ട് പുറത്തേക്ക് വരും. സോൾട്ട് ക്രിസ്റ്റൽസ് ആർ ഫോംഡ് by the process of crystallization. ഇവിടെ സോൾട്ട് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നത്
ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. ഇവിടെ ക്രിസ്റ്റലൈസേഷൻ എന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ക്രിസ്റ്റൽസ് ആർ ദെൻ കളക്റ്റഡ്, വാഷ്ഡ്, ഡ്രൈഡ് ആൻഡ് പാക്ഡ് ഫോർ യൂസ്. ഇങ്ങനെ ഉണ്ടാകുന്ന ക്രിസ്റ്റൽസിനെ നമ്മൾ കളക്ട് ചെയ്യും, അതിനെ വാഷ് ചെയ്യും, ക്ലീൻ ആക്കാൻ വേണ്ടി വാഷ് ചെയ്യും, അതിനെ ഡ്രൈ ചെയ്യും, പിന്നീടാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനെ പാക്ക് ചെയ്യുന്നത്. വളരെ കുഞ്ഞു ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് സോൾട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് സോൾട്ട്. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പുകളാണുള്ളത്. 3 സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്